മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസാണ്. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു വിചാരണ കോടതിയിൽ ഹാജരായി. നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആന്റണി രാജു ഹാജരായത്. കേസിന്റെ വിചാരണ പുനരാരംഭിക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് കോടതി കേസ് പരിഗണിച്ചത്. കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, 3 പതിറ്റാണ്ട് മുൻപ് നടന്ന സംഭവം, ഇതിന്റെ വിചാരണ നടപടികൾ നീണ്ടുപോകുന്നു. ഒടുവിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നടപടികൾ ആരംഭിക്കുന്നു. അങ്ങനെ ഈ വിചാരണ ആരംഭിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എത്ര നാളിനുള്ളിൽ വിചാരണ പൂർത്തീകരിച്ച് വിധി പറയണമെന്ന നിർദ്ദേശം എന്തെങ്കിലും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ? ഇനി കേസ് മാറ്റിയിട്ടുണ്ടല്ലോ, മറ്റ് നടപടിക്രമങ്ങൾ ഇന്ന് കോടതിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ടോം, നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് 1ാം ക്ലാസ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ വിചാരണ നടപടികളുമായി ബന്ധപ്പെട്ട് കേസ് ഇന്ന് പരിഗണിച്ചത്. അപ്പോഴാണ് ആന്റണി രാജുവിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ MLA-മാർക്കും MP-മാർക്കും ഉൾപ്പെട്ട കേസുകളിൽ MLA-മാരും MP-മാരും പ്രതികളായ കേസുകളിൽ പ്രത്യേക വിചാരണ കോടതികളുണ്ട് എന്ന കാര്യം കോടതി അറിയിച്ചത്. അപ്പോഴാണ് കോടതി തന്നെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹർജി ഫയൽ ചെയ്യണമെന്ന്. അങ്ങനെയാണ് വരുന്ന തിങ്കളാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കാമെന്ന് കോടതി പറയുകയും ചെയ്യുന്നത്. എന്തായാലും 1 വർഷത്തിനകം വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യം, പിന്നെ വിചാരണ പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 34 വർഷം മുമ്പ് നടന്ന ഒരു കേസാണ്. 1990 ഏപ്രിൽ മാസം 4-ാം തീയതിയാണ് ഓസ്ട്രേലിയൻ പൗരൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ലഹരിയുമായി പിടിയിലാകുന്നത്. ആ കേസിൽ നിന്ന് ഈ വിദേശ പൗരനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അഭിഭാഷകനായിരുന്ന ആന്റണി രാജു ഈ തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചുവെന്നാണ് കേസിന് അടിസ്ഥാനം. 2 പേരാണ് കേസിൽ പ്രതികൾ. 2ാം പ്രതിയാണ് ആന്റണി രാജു. കുറ്റപത്രത്തിലടക്കം ആന്റണി രാജു MLA-ക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. ഫോറൻസിക് പരിശോധനയിലടക്കം തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ഈ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം ആന്റണി രാജുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കുറ്റപത്രത്തിലെ പരാമർശം. അതുകൊണ്ട് വിചാരണ വേളയിൽ കോടതിയുടെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നത് ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നതിനുൾപ്പെടെ നിർണായകമായി മാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡാൻ, ഈ MP-മാരും MLA-മാരും പ്രതികളായ കേസുകൾ വിചാരണ നടത്താൻ പ്രത്യേക കോടതികൾ ഉണ്ടെന്ന കാര്യം ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചല്ലോ. അത്തരമൊരു സാധ്യത കോടതി പരിഗണിക്കാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള സൂചനകളുണ്ടോ? നമുക്കറിയാം 22 തവണയാണ് ആന്റണി രാജു ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാകാതിരുന്നത്. ഇനിയും ഈ കേസ് മാറ്റിവെക്കുന്നതിനുള്ളൊരു പ്രതിഭാഗത്തിന്റെ ഒരു തന്ത്രമായി ഇതിനെ കാണണോ ഡാൻ? അതിന് തന്നെയാണ് സാധ്യത. അതായത് MP-മാരും MLA-മാരും ഉൾപ്പെട്ടിട്ടുള്ള അവർ പ്രതികളായിട്ടുള്ള കേസുകൾ പരിഗണിക്കുന്നതിന് വേണ്ടി പ്രത്യേക വിചാരണ കോടതികൾ ഉണ്ട് എന്ന കാര്യം ആന്റണി രാജുവിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനോട് അനുഭാവപൂർണമായ ഒരു സമീപനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹർജി ഫയൽ ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയതും. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കേസ് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് വീണ്ടും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതിന് ശേഷം ഉണ്ടാകുന്ന തുടർ നീക്കങ്ങൾ എന്താകും എന്നതാണ് അറിയാനുള്ളത്. വിചാരണ കോടതിയിൽ നിന്ന് നിലവിൽ ഈ കേസ് പരിഗണിച്ച നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഈ വിചാരണ നടപടികൾ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റുമോ, മറ്റേതെങ്കിലും കോടതിയിലേക്ക് മാറ്റുമോ, ഈ പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം കേട്ടുകൊണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വ്യക്തത കൈവരാനുള്ളത്. എന്തായാലും തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച കൃത്യമായൊരു ധാരണയുണ്ടാകും. ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ ഈ കേസിന്റെ വിധി നിർണായകമായി മാറുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളും.